പതിവില്ലാണ്ട് കത്തിയും ബേസനെല്ലാം എടുത്തിട്ട് ഇവളേടിയാന്നപ്പോൾ പോകുന്നെന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പം നല്ല കുറച്ച് കൈതച്ചക്ക കിട്ടിയിട്ടുണ്ട്. അത് വെട്ടി മുറിച്ച് കുറച്ച് ഉപ്പിലിടാനും പിന്നെ കുറച്ച് ഇപ്പം തിന്നാനാക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ഈ കൈതച്ചക്ക മുറിക്കുന്നതിന് മുമ്പിൽ അത് ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാന്താരി പറിക്കാൻ വേണ്ടി നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ കാന്താരി ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. പോയി നോക്കിയപ്പോൾ കാന്താരി കുറച്ചേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചെറിയ കുഞ്ഞി കുഞ്ഞി കാന്താരികളാണ്. അപ്പോൾ അതായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആയത് കുറച്ച് നമുക്ക് പറിച്ചെടുത്തിട്ട് പോവാം. അപ്പോൾ ഈ കൈതച്ചക്ക ഉപ്പിലിടാൻ മാത്രമുള്ള കാന്താരി നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് മുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കാന്താരി എല്ലാം പറിച്ചു കഴിഞ്ഞിട്ടോ. അപ്പം നമുക്ക് നല്ല വൃത്തിക്കനി കൈതച്ചക്ക ഒന്ന് ചെത്തിയെടുക്കാം. മുറിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല മണമെല്ലാം വരുന്നുണ്ട്. അപ്പം മുറിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പം ഈ കൈതച്ചക്ക നമുക്ക് അച്ഛൻ കൊണ്ടു തന്നതാണ് കേട്ടോ. അച്ഛനൊരു ഡ്രൈവറാണ്, നാഷണൽ പെർമിറ്റിലാണ് പോകുന്നത്. അപ്പം ഇപ്രാവശ്യം അച്ഛൻ പോയപ്പോൾ കൈതച്ചക്കയാണ് ലോഡ്. അപ്പോൾ കയ്യോടെ തോട്ടത്തിൽ നിന്ന് കൃഷിക്കാരനെ പറിച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തതാണ്, കുറച്ചങ്ങ് എടുത്തോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൈതച്ചക്ക മാത്രമല്ല കേട്ടോ, എന്താണോ ലോഡ് എന്ന് വെച്ചാൽ അത് അച്ഛൻ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കൊണ്ടുതരുത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ കൊണ്ടു തന്നത്. അധികം നമുക്ക് ഇഞ്ചി തന്നെയാണ് കൊണ്ടുതരുത്ത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇഞ്ചി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരത്തില്ല കേട്ടോ. അപ്പം അച്ഛൻ കൊണ്ടുതരുന്ന ഈ സാധനങ്ങളെല്ലാം അച്ഛൻ്റെ കൺമുന്നിൽ തന്നെ കൃഷിക്കാർ നേരിട്ട് പറിച്ചെടുത്ത് കയ്യോടെ കൊടുക്കുന്നതാണ് കേട്ടോ, പരിചയത്തിന്റെ മേലെ കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് അച്ഛൻ അവിടുന്ന് കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ വീട്ടിലെത്തിയപ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് വാടിയോണ്ട് മധുരം ചെറുതായിട്ടൊന്ന് വെലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പഞ്ചസാര ചേർത്തിട്ടാണ് നമ്മൾ കഴിച്ചത്. എല്ലാവരും ഇതുപോലെ ചെയ്യുമോന്ന് അറിയില്ല. മധുരം ഇല്ലാത്ത കൈതച്ചക്കയിൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കല്. അപ്പൊ ഏട്ടന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നോക്കണ്ട കേട്ടാ, ഇത് കൊണ്ടു കൊടുത്തപ്പോൾ ഏട്ടനാണോ ഇത് മൊത്തം എന്നാണ് എന്നോട് ചോദിച്ചത്. പഞ്ചസാര കൈതച്ചക്കയിൽ ഇട്ടോണ്ട് തന്നെ ഇപ്പൊ നല്ല മധുരം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റിൽ തിന്നാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.